അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 5S മെനു. ഇന്ന് ഞാനൊരു ഹൽവയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹെൽത്തി ആയ ഹൽവ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. ഒരു 3/4 കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ചെയ്യാം. 3/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ഉണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത്. അത് പഞ്ചസാര ഏലക്കായ ഒരുമിച്ച് പൊടിച്ചതും വൈറ്റ് കളറാണ്. എനിക്ക് നമുക്കിതിനെ തൊലി കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് പഴം മാത്രം ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് വറുത്തെടുക്കാം. അത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പം കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നെയ്യിൽ നന്നായി വറുത്ത് മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ, ആ നെയ്യ് മാറ്റേണ്ട ആവശ്യമില്ല, ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് അരച്ച് വെച്ച പഴം ഒഴിക്കാം. പഴമൊഴിച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഇതിൽ സാധനം കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് മിക്സ് ചെയ്യുന്നില്ലാണ്, കൈ ഇളക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആ നെയ്യിൽ പഴം നന്നായി മൂത്ത് വരണം, അതുവരെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം പഴം കുറച്ച് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര പാനീയം അതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഒഴിക്കുക. കുറച്ച് ബാക്കിയുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായി ഇളക്കുക. കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മിക്സിങ്ങിലാണ് ഇത് നല്ല ഹൽവയായി മാറുന്നത്. അല്ലെങ്കിൽ അടുക്കി പിടിക്കുക എന്തെങ്കിലും ചെയ്യും. നന്നായി ഇളക്കി നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാവണം. കുറച്ച് നെയ്യ് കൂടി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കുക. ബാക്കിയിൽ ശർക്കരയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കുക. ഇളക്കലിലാണ് ഇത് നല്ല ഹൽവയായി മാറുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുറുകാനും ഒരു ബൈൻഡിങ് പോലെയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ വീറ്റ് പൗഡർ വേണമെങ്കിൽ വീറ്റ് പൗഡർ ആയാലും ചേർക്കാം. ബാക്കിയുള്ള നെയ്യും കൂടി കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളകുക. നന്നായി ഇളക്കിയിട്ട് ഇതിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായി പാത്രത്തിൽ ഒട്ടാതെ വരണം. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച നട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ മൂക്കണം. ബാക്കിയുള്ള നെയ്യും ഫുൾ ഒഴിച്ചിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ മാറ്റുക. ഞാൻ 2-3 അണ്ടിപ്പരിപ്പിട്ട് ഒരു ഗാർണിഷിന് വേണ്ടി വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ പഴം കൂട്ടൊഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ട ആ ഷേപ്പിലുള്ള പാത്രത്തിൽ ഒഴിച്ചാൽ തണുക്കുമ്പോൾ നമുക്കത് നല്ല അതുപോലത്തെ ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. ഒരു 1-2 മണിക്കൂർ തണുക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും മതി, പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ നെയ്യ് കട്ട പിടിക്കുക. അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ നന്നായി തണുക്കുക. തണുത്ത് കഴിഞ്ഞാൽ മുറിക്കുക. നല്ലൊരു ഹെൽത്തിയാണ്, കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. സാധനങ്ങൾക്ക് അധിക സാധനങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരോടും ബൈ. താങ്ക് യു.